ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഹോം മെയ്ഡ് പൈപ്പിംഗ് ജെല്ലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ജെൽ നമ്മൾ ചെയ്യുന്ന അരിപ്പൊടി വെച്ചിട്ടാണ്. വളരെ പെട്ടെന്ന് വളരെ കുറഞ്ഞ ചിലവ് വെച്ചിട്ട് ചേരുവകൾ വെച്ചിട്ടും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി ഈ ഒരു ജെല്ലിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് അരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് വേണമെങ്കിൽ ബൗളിലും ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ബൗളിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കട്ടയില്ലാത്തത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാരയും അതേ അളവിൽ തന്നെ 1/4 കപ്പ് വെള്ളവും, അപ്പോൾ വെള്ളത്തിൻ്റെ പഞ്ചസാരയുടെ ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് നമുക്ക് ഒരു കുഞ്ഞ് പീസ്, വളരെ ചെറിയൊരു പീസ് നാരങ്ങ, നമ്മൾ നാരങ്ങ ജ്യൂസ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കരുത്, ഒരു കുഞ്ഞ് പീസ് നാരങ്ങ തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയും വെള്ളവും കൂടെ ഒന്ന് കുറുകി ടൈറ്റായിട്ട് വരും. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഈ നമ്മൾ ഇട്ട് കൊടുത്ത നാരങ്ങ ഒന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഈ നാരങ്ങയ്ക്ക് പകരം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കരുത്, കാരണം ജെല്ലിന് പുളിപ്പിൻ്റെ ഒരു അംശം കൂടിപ്പോവും നമ്മൾ നാരങ്ങ നീര് ചേർക്കുവാണെങ്കിൽ. അപ്പോൾ ഇപ്പോൾ പഞ്ചസാരയും വെള്ളവും ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിൽ നിന്ന് നാരങ്ങ എടുത്ത് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അരിപ്പൊടിയുടെയും മൈദയുടെയും കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്നും ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു പൈപ്പിംഗ് ജെല്ലിൻ്റെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. കാരണം ഫ്ലെയിം ഒരല്പം കൂട്ടിയാൽ പോലും ഇത് പെട്ടെന്ന് തന്നെ ടൈറ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ടെക്സ്ചറിൽ ഈ ഒരു പൈപ്പിംഗ് ജെല്ല് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ജെല്ല് നമുക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലും ചെയ്തെടുക്കാം. മൈദ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ മൈദ ചേർക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളിത് ഒരു ഏകദേശം 2 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കട്ടിയൊന്നും ആവാതെ ഈ ഒരു രീതിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ട് ഇതാണ് കറക്റ്റ് പരുവം. ഒരുപാട് ടൈറ്റും ആവാൻ പാടില്ല, ഒരുപാട് ലൂസും ആവാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ടത് ചൂടാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ആ ഒരു തണുപ്പിച്ചെടുക്കുവാണെങ്കിൽ ഇതേ ഒരു ടെക്സ്ചറിൽ തന്നെ ആയിരിക്കും കറക്റ്റായിട്ട്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന പൈപ്പിംഗ് ജെല്ലിലെല്ലാം അത്യാവശ്യം നല്ല റേറ്റാണ്. പിന്നെ ഈ ഒരു രീതിയിലൊന്നും അല്ല ചെയ്യുന്നത്. പക്ഷേ ആ രീതിയിൽ നമുക്ക് ആ ഒരു പൈപ്പിംഗ് ജെല്ല് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അതായത് കറക്റ്റായിട്ട് പേരെഴുതാനും കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും അതെല്ലാം നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ജെല്ല് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ജെല്ലിന് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിവിടെ റെഡ് കളർ കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരുമിച്ച് തന്നെ കളർ കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കണം എന്നില്ല. നമ്മളിപ്പം കളർ ചേർക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ചെയ്തില്ലേ, ആ രീതിയിൽ തന്നെ അടച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് ഒരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് കളർ ചേർത്തിട്ട് കേക്കിൽ ഫ്രോസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ കേക്കിൽ പേരെഴുതോ എന്ത് വേണോ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് കളർ ബ്രൈറ്റായിട്ട് കിട്ടാനായിട്ട് ഒരു അല്പം കൂടെ കളർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പുറത്തുനിന്ന് വാങ്ങുന്ന അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൈപ്പിംഗ് ജെല്ലാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒരുപാട് റിക്വസ്റ്റ് വന്ന റെസിപ്പിയാണ്. കാരണം ഈ ഒരു പൈപ്പിംഗ് ജെല്ല് വെച്ചിട്ട് ഞാൻ 2 കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലെല്ലാം ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു, ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി ഒന്ന് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിരുന്നാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച ഫുഡ് കളറാണ്. അതിന് പകരം നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ബീട്രൂട്ടിൻ്റെ ഫുഡ് കളർ വീട്ടിൽ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ റെഡ് കളർ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, പിന്നെ വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്. പിന്നെ വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേര് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും.